നമസ്കാരം. അമേരിക്കൻ തരികിടയിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യമേ ഒരു തമാശ പറഞ്ഞുകൊള്ളട്ടെ. ഒന്ന്, ഈ നമ്മുടെ സി ആൻഡ്രൂസ് ആണ് എഴുത്തുകാരനും ചിന്തകനുമായ ശ്രീ ആൻഡ്രൂസ് ആണ് പറഞ്ഞത്, ഈ മറ്റുള്ളവരെ അധികമൊന്നും വിമർശിക്കേണ്ട, പ്രത്യേകിച്ച് BJP, RSS, നരേന്ദ്രമോദി, അങ്ങനെ അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും അധികം വിമർശിക്കേണ്ട, അധികം വിമർശിക്കുന്ന അത്ര നല്ലതല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് ആരെയാണ് വിമർശിക്കാൻ പറ്റുന്നത്? ആരെങ്കിലുമൊക്കെ ഒന്ന് വിമർശിക്കണമല്ലോ, എന്നാലല്ലേ പറ്റത്തുള്ളൂ. ഈ ഷോയൊക്കെ ആകുമ്പം ഒരല്പം വിമർശനമില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. പിന്നെ അപ്പോ ഞാൻ കണ്ടത്, ഏറ്റവും എളുപ്പത്തിൽ വിമർശിക്കാവുന്ന, ഒന്നും പേടിക്കാതെ വിമർശിക്കാവുന്ന ഒരു വിഭാഗമാണുള്ളത്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ. മറ്റ് സഭകളാണേലും ഒരു പ്രശ്നവുമില്ല. ബിഷപ്പുമാരെയോ കാതോലിക്ക ബാവയോ അല്ലെങ്കിൽ പാത്രിയർക്കീസ് ബാവയോ മാർപ്പാപ്പയോ ആരെ വേണേലും ചീത്തയോ തെറിയോ എന്ത് വേണേലും പറയാം, ഒരു കുഴപ്പമില്ല, ആരും ചോദിക്കാൻ വരികയില്ല. കത്തോലിക്ക സഭയെ ഏതെല്ലാം രീതിയിൽ ആക്ഷേപിക്കാമോ അതെല്ലാം ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല, ഒന്നും പേടിക്കേണ്ടതില്ല. അപ്പം നമുക്കറിയാം, ചില ഓൺലൈനിലൊക്കെ സത്യജ്വാല, അമേരിക്കൻ ഗ്ന എന്നൊക്കെ പറഞ്ഞുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ ആരെങ്കിലുമൊക്കെ വല്ലപ്പോഴുമൊക്കെ അതൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അതിലൊക്കെ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്, കത്തോലിക്ക സഭയെ പറ്റിയും ഒക്കെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എഴുതി പിടിപ്പിക്കുന്നതെന്ന്. അപ്പോ ഒന്നും പേടിക്കേണ്ടാത്ത ഒരു വിഭാഗമാണ് ഈ സഭാകാര്യങ്ങൾ. അപ്പൊ അതേപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് വേറെ ചില ആനുകാലിക ന്യൂസ് ഐറ്റങ്ങളെ പറ്റി നോക്കാം. ഒന്ന്, വാക്സിന് അനുവാദം കൊടുത്തു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, FDA മേധാവി സ്റ്റീഫൻ ഹാനെ വിളിച്ച് വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് മാർക്ക് മെഡോസ് ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതായത് മിനിയാന്ന് വ്യാഴാഴ്ച അഡ്വൈസറി പാനല് അനുമതി കൊടുത്തു. ഈ 17 പേര് അനുകൂലിച്ചു, 4 പേര് എതിർത്തു. അനുമതി കൊടുത്തു ഈ വാക്സിന്, ഫൈസറിന്റെ വാക്സിന് അനുമതി കൊടുക്കാനായിട്ട്. അത് കുഴപ്പമില്ല, അത് അനുവദിക്കാം, എമർജൻസി അടിയന്തര ഉപയോഗത്തിന് അനുമതി കൊടുക്കാമെന്ന് അവർ തീരുമാനിച്ചു. പക്ഷേ ഈ അന്തിമ തീരുമാനം FDA ആണ് എടുക്കേണ്ടത്, മറ്റേത് അഡ്വൈസറി പാനലാണ്. പക്ഷേ എന്നിട്ട് വ്യാഴാഴ്ച എടുത്തിട്ടും, ആ തീരുമാനം എടുത്തിട്ടും 9 മണിക്കൂർ നേരത്തെ ചർച്ചയ്ക്ക് ശേഷം തീരുമാനം എടുത്തിട്ടും FDA പിന്നെയും തീരുമാനം എടുക്കുന്നില്ല. അവർ പിന്നെയും മട്ടില് ഞായറാഴ്ചയോ മറ്റോ യോഗമൊക്കെ ചേർന്ന് സാവകാശമൊക്കെ അങ്ങ് തീരുമാനിക്കാവുന്നതാണ് അവര് വെച്ചിരിക്കുന്നത്. അവരുടെ ആ ബ്യൂറോക്രസി, അവരുടെ ആ റെഡ് ടേപ്പിസം, ആ എമർജൻസി ഒന്നും അവർക്ക് പ്രശ്നമില്ല, ആളുകൾ ചത്തൊടുങ്ങുന്നതൊന്നും. അപ്പൊ വൈറ്റ് ഹൗസിൽ നിന്ന് മാർക്ക് മെഡോസ് വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഹാഹനോട് വേറെ ജോലി ഇന്നലെ അതായത് വെള്ളിയാഴ്ച തന്നെ തീരുമാനം വന്നില്ലെങ്കിൽ, അംഗീകാരം കിട്ടിയില്ലെങ്കിൽ വേറെ ജോലി നോക്കിക്കൊള്ളാൻ പറഞ്ഞെന്നാണ് പറഞ്ഞത്. അതിന് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു എന്നാണ് പത്രങ്ങളൊക്കെ പറയുന്നത്. പറയാനാണ് എല്ലാ സാധ്യതയും. സ്റ്റീഫൻ ഹാൻ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയായാലും അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നമോഭാഗം. അങ്ങനെ വേണം, ധൈര്യപൂർവ്വം അങ്ങനെ പ്രവർത്തിക്കുക തന്നെ വേണം. FDAക്കെതിരെ നേരത്തെ തന്നെ പ്രസിഡന്റ് ട്രംപ് ചില വിമർശനങ്ങളൊക്കെ അഴിച്ചു വിട്ടിരുന്നു. അത് ബ്യൂറോക്രസിയുടെ കൂത്തരങ്ങാണ്. അവരവരുടെ സൗകര്യം പോലെ മട്ടില് 8 വർഷവും 10 വർഷവും ഒക്കെ എടുത്ത് ഇത് വികസിപ്പിച്ചുകൊണ്ട് വന്നത് ഇവരും 1-2 വർഷമൊക്കെ എടുത്ത് പരീക്ഷിച്ച് നിരീക്ഷിച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചും വിലയിരുത്തിയും തിരിച്ചും മറിച്ചും ഒക്കെ കാര്യങ്ങൾ ചെയ്യും, വാക്സിൻ എടുക്കും. ഈ ഫ്ലൂ വാക്സിനോ അല്ലെങ്കിൽ അതുപോലുള്ള വാക്സിനോ ഒക്കെ അങ്ങനെ സാവകാശം എടുത്ത് സമയം പോലെ ഒക്കെ ചെയ്താൽ മതി. പക്ഷെ ഇതല്ല. നിത്യേന 3000-ലധികം പേരാണ് ഇപ്പൊ അമേരിക്കയിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്. 1000-ൽ പരം ആളുകള്. അതായത് ഈ വേൾഡ് ട്രേഡ് സെന്ററിൽ ഒരു ദിവസം മരിച്ചതാണ് ഏറ്റവും കൂടുതലായിട്ട് ഒറ്റ ദിവസത്തിലെ അമേരിക്കക്കാരുടെ മരണത്തെ പറ്റി പറയുന്നത്. 2900 പരം ആളുകൾ അന്ന് മരിച്ചു ആ 9/11-ല്. ന്യൂയോർക്കിലും പെൻസിൽവേനിയയിലും പെന്റഗണിലും ഒക്കെ ആയിട്ട് ആണ് ഈ 3000-ൽ താഴെ ആളുകൾ മരിക്കുന്നത്. ഇപ്പൊ അതിൽ കൂടുതലാണ് ഓരോ ദിവസം മരിക്കുന്നത്. അതിനിയുള്ള ദിവസങ്ങളിൽ കൂടാനാണ് പോകുന്നത്. അപ്പൊ ആ അടിയന്തരമായ ഒരു കാര്യമാണ്
അപ്പൊ അടിയന്തരമായ ഒരു കാര്യത്തിന് അടിയന്തരമായ ഒരു തീരുമാനമാണ് വരേണ്ടത്. അല്ല മട്ടില് ഞങ്ങള് അതെടുത്തു ഇതെടുത്തു ഇത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തിട്ടെല്ലാം ഞങ്ങളുടെ സൗകര്യത്തിന് അങ്ങ് ചെയ്തേക്കാമെന്ന് പറഞ്ഞാല് അതങ്ങ് പള്ളിയിൽ പോയി പറയാനായിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്ക് മെഡോസും പ്രസിഡന്റ് ട്രംപും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ തീർച്ചയായിട്ടും എന്റെ കൂപ്പുകൈ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വേണം. ഈ അടിയന്തര സാഹചര്യത്തില് ഫൈസർ കഴിഞ്ഞ മാസം 20-ാം തീയതി പിന്നെ അനുവാദത്തിന് ഇതിന്റെ രേഖകളെല്ലാം കൊടുത്തതാണ്. അപ്പൊ അപ്പോൾ മുതൽ തന്നെ FDA അതിന്റെ തീരുമാനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരുന്നു വേണ്ടത്. അതിനു വേണ്ടി ഓരോന്ന് പരിശ്രമിക്കുക, അതിന്റെ ആ ഒരു തീരുമാനം വരുന്നത് വരെ അവര് അതിനു വേണ്ടിയിട്ട് അതിന്റെ പിന്നിൽ തന്നെ പിന്നെ ആയിരിക്കുമായിരുന്നു വേണ്ടിയിരുന്നത്. കാരണം ഇത് മനുഷ്യന്റെ പ്രശ്നമാണ്, അമേരിക്കൻ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ ആ ഒരു കാര്യത്തിന് അതിനൊന്നും ഉപകരിക്കുന്നില്ല, പിന്നെ FDA കൊണ്ട് എന്താണ് കാര്യം ഇരിക്കുന്നത്? അതുകൊണ്ട് അങ്ങനെ പ്രസിഡന്റ് ട്രംപും പറഞ്ഞ് നാടകം കളിക്കാതെ പിന്നെ ഉടനെ അനുമതി കൊടുക്കണം. പിന്നെ ഈ FDA കണ്ടമാനം പൈസ, ഇഷ്ടംപോലെ പൈസയുണ്ട്, സാവകാശം അവർ ആ ബ്യൂറോക്രസി അവരുടെ സൗകര്യം പോലെ പിന്നെ പതിയെ കാര്യങ്ങൾ പോകുന്നു, അത് പോരാ എന്ന് പ്രസിഡന്റ് ട്രംപും പറഞ്ഞു. എന്തായാലും ഇക്കാര്യത്തിൽ പ്രസിഡന്റ് ട്രംപിനെയും വൈറ്റ് ഹൗസിനെയും അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. അടിയന്തര സാഹചര്യത്തിൽ അടിയന്തരമായ തീരുമാനങ്ങളാണ് പറയേണ്ടത്. അല്ല സാമട്ടിലൊക്കെ നമുക്ക് സാവകാശം മറ്റു കാര്യങ്ങളിൽ മറ്റ് രംഗങ്ങളിൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ അമേരിക്കക്കാരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. ഈ വാക്സിൻ വന്നുകൊണ്ട് എല്ലാം ഭംഗിയായി എന്ന് പിന്നെ നമുക്ക് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ഒരു പിന്നെ വലിയ പ്രതീക്ഷ ഉണർത്തുന്ന കാര്യമാണ് ഈ വാക്സിനും അടുത്ത ആഴ്ച മൊഡേണയുടെ വാക്സിനും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്ക് പിന്നെ ഒരുപാട് മില്യൺ ആളുകൾക്ക് വാക്സിൻ കൊടുക്കാനാവും, അവർക്ക് രോഗം വരാതിരിക്കാനാവും. അവർക്ക് രോഗം വന്നില്ലെങ്കിൽ അവരിൽ നിന്ന് രോഗം പടരാനുള്ള ചാൻസ് കുറയും. അങ്ങനെ ക്രമേണ അടുത്ത ഒരു 4-5 മാസത്തിനകം എങ്കിലും ഈ മഹാമാരിയെ പിടിച്ചുകിടാനായിട്ട് നമുക്ക് കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള ആ ശ്രമമാണ് നടക്കുന്നത്. അത് ഒരു ദിവസം 1 മണിക്കൂർ മുമ്പേ കിട്ടിയാൽ അത്രയും നേരത്തെ അത് വാക്സിൻ രാജ്യത്തിന്റെ പല ഭാഗത്തും എത്തിക്കാൻ കഴിയും. അത്ര എമർജൻസി ആയിട്ടുള്ള കാര്യമാണ് ഇത്. തമാശയായിട്ട് പിന്നെ വളരെ സാമട്ടിൽ ചെയ്യേണ്ട കാര്യമല്ല. അത് FDA അങ്ങനെ വാൺ ചെയ്തുവെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അതില് അഭിമാനമുണ്ട്, സന്തോഷവുമുണ്ട്, പിന്നെ അഭിനന്ദനമുണ്ട് താനും. ഈ പ്രസിഡന്റ് ഒക്കെ പിന്നെ ഈ ഇലക്ഷൻ കഴിഞ്ഞുകൊണ്ടായിരിക്കും ഇത്ര ധൈര്യപൂർവ്വം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. എന്നാലും ഈ ന്യൂയോർക്ക് ടൈംസ് ഉള്ള പത്രങ്ങളൊക്കെ ഇങ്ങനെ FDA ഒന്ന് അനുകൂലിച്ചുള്ള രീതിയിലുള്ള ഒരു ചൊറിയുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ കണ്ടു. അവര് പിന്നെ ഞായറാഴ്ച തീരുമാനം എടുക്കാൻ പോകുന്ന അതിന്റെ രേഖകൾ കുറച്ചുകൂടെ പരിശോധിക്കാനുണ്ട്. ഈ തീരുമാനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇത്രയൊക്കെ ആയിട്ടും തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാല്, ആ രേഖകളൊക്കെ പരിശോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതൊരു കെടുകാര്യസ്ഥിതിയാണ്. കാരണം ഇത് മനുഷ്യന്റെ ജീവൻ വെച്ചുള്ള കളിയാണ്. അതാണ് അക്കാര്യത്തെ പറ്റി പറയാനുള്ളത്. അതുകൊണ്ട് വാക്സിൻ വരട്ടെ. വാക്സിൻ വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അത് എടുക്കണം. നമുക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും എടുക്കണം. അതിലൊരു ഒരു ഒരു മടിയും വിചാരിക്കരുത്. എപ്പോഴാണ് കിട്ടുന്നത് നമുക്കറിയില്ല. കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് എടുക്കണം. അതിന് ഇന്ന ഫലം വരുമല്ല, ഇന്ന ദോഷം വരുമെന്ന് അങ്ങനെ വലിയ ദോഷങ്ങളൊന്നും ഇല്ലെന്നാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മുടെ ക്യൂൻസിൽ നിന്നുള്ള ബിനു സാമുവൽ കൊപ്പറ നമ്മൾ അദ്ദേഹത്തെ പറ്റി ഈ മലയാളിയിൽ ദീർഘമായിട്ട് എഴുതുകയും ചെയ്തതാണ്. അദ്ദേഹമൊക്കെ പിന്നെ അതിന്റെ ഈ പരീക്ഷണത്തിന് വിധേയനായതാണ്. അപ്പൊ പരീക്ഷണത്തിലൊന്നും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടൊന്നും ദോഷമൊന്നും വരുന്നില്ല എന്ന്. ചുരുക്കം വല്ലവരിലൊക്കെ ദോഷം വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിൽ പോലും ഈ രോഗത്തെക്കാൾ എന്തുകൊണ്ടും നല്ലതായിരിക്കും ഈ വാക്സിൻ. അതുകൊണ്ട് ആ വാക്സിൻ വരട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, പിന്നെ ഈ അമേരിക്കൻ മാധ്യമങ്ങളിലെല്ലാം നടന്നിരിക്കുന്ന രണ്ടാമത്തെ കാര്യം, പ്രസിഡന്റ് ട്രംപിന്റെ ഇലക്ഷൻ ഹർജി സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. US സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. അതൊന്നും പരിഗണിക്കുക പോലും ചെയ്യാതെ ഒരു വാചകത്തിൽ അതായത് ടെക്സസിലെ അറ്റോർണി ജനറൽ കൊടുത്തതാണ് കേസ്. ഈ 4 സ്റ്റേറ്റുകളില് പിന്നെ പെൻസിൽവേനിയ, മിഷിഗൻ, വിസ്കോൺസിൻ, ജോർജിയ, ഈ 4 സ്റ്റേറ്റുകളിലെ ഇലക്ഷൻ അവര് അവസാന നിമിഷം ഈ കോവിഡിന്റെ മറവിൽ അവർ ഇലക്ഷൻ നിയമങ്ങളൊക്കെ മാറ്റിമറിച്ചു. അതുമൂലമാണ് അവിടുത്തെ വോട്ടെടുപ്പിലെല്ലാം വ്യത്യാസം വന്നു. അത് മൂലം ടെക്സസിലെ വോട്ടർമാരുടെ വോട്ടിന് പ്രസക്തി ഇല്ലാതായി തീർന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം പിന്നെ ഹർജി കൊണ്ടുപോയി കൊടുത്തത്. അതിനെ അനുകൂലിച്ച് 100-ൽ പരം 106 കോൺഗ്രസ് ബ്രീഫ് കൊടുത്തു. അതുപോലെ തന്നെ 17 സ്റ്റേറ്റുകളിൽ നിന്ന് ഉള്ള അറ്റോർണി ജനറൽമാര് പിന്നെ അവരും ഒപ്പിട്ട് കൊടുത്തു. പക്ഷേ കോടതി അത് പരിഗണിക്കാനായിട്ട് വിസമ്മതിച്ചു. ഈ ഇലക്ഷൻ കേസിലൊന്നും ഇടപെടുന്നില്ല എന്നുള്ള രീതിയിലാണ് കോടതി തീരുമാനമെടുത്തത്. അപ്പം പ്രസിഡന്റ് ട്രംപ് നിയമിച്ച ജഡ്ജിമാരുണ്ട്, പിന്നെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടി അനുകൂലിക്കുന്ന അല്ലെങ്കിൽ വലതുപക്ഷത്തെ അനുകൂലിക്കുന്ന ജഡ്ജിമാരുണ്ട്. അവരാരും ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് പിന്നെ തയ്യാറായില്ല. ചുരുക്കി പറഞ്ഞാൽ ഇലക്ഷൻ കേസുകൾ ഇതോടുകൂടി അവസാനിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പം എത്ര കൊടുത്താലും എവിടെ ചെന്നാലും കീഴ്ക്കോടതികളിലൊക്കെ ചെറിയ ചെറിയ കേസുകളൊക്കെ ഉണ്ടെങ്കിലും അതിന് ആ അമേരിക്ക ഒട്ടാകെ അതിനൊരു പ്രാബല്യമോ അതിനൊരു പിന്നെ എന്തെങ്കിലും ഫലമോ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ തിങ്കളാഴ്ച മറ്റന്നാള് പിന്നെ 14-ാം തീയതി
ഈ ഇലക്ട്രൽ കോളേജ് ചേരുകയാണ്. ഇലക്ട്രൽ കോളേജ് ചേർന്ന് ഔദ്യോഗികമായിട്ട് അടുത്ത പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും. പിന്നെ 306 വോട്ട്, ഇലക്ട്രൽ കോളേജിൽ 306 വോട്ട് ബൈഡനുണ്ട്. 232 മാത്രമേ പ്രസിഡന്റ് ട്രംപിനുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബൈഡന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം ഉറപ്പാക്കും. പിന്നെ ഔദ്യോഗികമായിട്ട് ഉറപ്പാക്കും. അങ്ങനെ ആ ഒരു പ്രശ്നം അവസാനിക്കുമെന്ന് വേണം നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്. എന്തായാലും ട്രംപ് പിന്നെ 4 വർഷം ഭരിച്ചു പിന്നെ ലോകം അടയ്ക്കുവാണെന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ വേണം പടിയിറങ്ങാനായിട്ട്. നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഈ അടുത്ത കാലങ്ങളിൽ, പിന്നെ റെയ്ഗന് ശേഷം ഇത്രയധികം വലിയ മാറ്റങ്ങൾ അമേരിക്കയിലും ലോകത്തിലും ഉണ്ടാക്കിയ മറ്റൊരു പ്രസിഡന്റ് ഇല്ല വാസ്തവത്തിൽ. അത് അംഗീകരിക്കുക തന്നെ വേണം. നമ്മൾ അനുകൂലിച്ചാലും എതിർത്താലും പിന്നെ ഇത്രയധികം ആളുകളുടെ പിന്നെ സ്നേഹം നേടാനും കഴിഞ്ഞ മറ്റൊരു പ്രസിഡന്റും ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടുള്ളതായി തോന്നുന്നില്ല. എന്തായാലും അത് കാര്യം ചരിത്രം വിധി എഴുതേണ്ട കാര്യമാണ്. ഇനി പിന്നെ ഈ സഭാക്കേസിനെ സഭാക്കേസിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ മുഖ്യമന്ത്രി ഇന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വന്ന് അന്വേഷണം നടത്തുന്നു. അവര് ഇപ്പം മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി CM രവീന്ദ്രനെതിരെയും അന്വേഷണം നടത്തുന്നു. അത് അന്വേഷിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇവരൊന്നും കണ്ടെത്താൻ പോകുന്നില്ല. അതിനുള്ള ഒരു തെളിവുമില്ല. പിന്നെ ചോദ്യം ചെയ്യാൻ അദ്ദേഹം ഹാജരാകുമെന്ന് പിന്നെ ധൈര്യപൂർവ്വം പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ കേന്ദ്ര ഏജൻസികള് വന്നിട്ട് ഇപ്പം നമുക്കറിയാം, സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ സ്വപ്ന സുരേഷ് ആണെന്നുള്ള രീതിയിലാണ് ഇപ്പൊ വരുത്തി തീർത്തിരിക്കുന്നത്. അതുപോലെ ശിവശങ്കർ എന്തോ ഡെപ്യൂട്ടി കളക്ടറായിട്ട് കയറിയിട്ട് പിന്നീട് IAS കിട്ടിയ ഒരു വ്യക്തിയാണ്. ഒരു IAS കാരൻ കള്ളക്കടത്തിന് കൂട്ടുനിന്നു അല്ലെ കള്ളക്കടത്തിന് സഹായിച്ചു എന്ന് പറഞ്ഞാല് അത് വിശ്വസിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ഈ കേന്ദ്ര ഏജൻസികൾക്ക് മാത്രമേ അത് വിശ്വസിക്കാനായിട്ട് വരത്തുള്ളൂ. സാമാന്യ ബുദ്ധിയുള്ള ഒരു മലയാളിയും അത് വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു IAS കാരൻ ഒന്നാമത് നല്ല പിന്നെ ശമ്പളമുണ്ട്, നല്ല പദവിയാണ്. അങ്ങനെയുള്ള ഒരാൾ ഇതിന് പോകത്തില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും അഴിമതി നടത്തണമെങ്കിൽ ഈ കള്ളക്കടത്തിന് കൂട്ടുനിന്നിട്ട് വേണം. അപ്പൊ ആ പറയുന്നതിന് യാതൊരു അടിസ്ഥാനം ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്കറിയാം, കേരളത്തില് ഈ പിന്നെ കേന്ദ്ര ഏജൻസികൾ ഇവിടെ കേരളത്തിൽ വന്ന് പിന്നെ അന്വേഷണം നടത്തുമ്പോൾ പലപ്പോഴും അവർ രാഷ്ട്രീയം കളിക്കുകയാണ് ചെയ്യുന്നത്. അവര് വിവരങ്ങൾ ചോർത്തി കൊടുക്കുക, പിന്നെ കുറച്ച് അവരുടെ ശിങ്കിടികൾക്ക് മാത്രം, അവരുടെ ശിങ്കിടി പത്രങ്ങൾക്ക് മാത്രം ചോർത്തി കൊടുക്കുക, എന്നിട്ട് ആക്ഷേപിക്കുക. അഭയ കേസിലൊക്കെ നമ്മളത് കണ്ടതാണ്. ആ പരിപാടിയാണ് അവർ ഇപ്പോഴും തുടരുന്നത് കുറേശ്ശെയായിട്ട്. അത് തന്നെയാണ് മുഖ്യമന്ത്രിയും പറഞ്ഞത്. അതായത് മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി കൊടുത്തു. ആ രഹസ്യമൊഴി എങ്ങനെയാണ് പിന്നെ BJP നേതാക്കൾ പറയുന്നത്? അപ്പൊ അവരോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പൊ ആ ഒരു രാഷ്ട്രീയം കളിക്കാനായിട്ട്, രഹസ്യം കളിക്കാനായിട്ട് ഇവർ വന്ന് അതിന്റെ ഒരു ആവശ്യമില്ല. അവർ വന്നു അവരുടെ ജോലി ചെയ്തു പോകുക എന്നുള്ളതാണ്. അവർക്ക് അതിൽ രാഷ്ട്രീയം കളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരുദ്ദേശത്തിനോ പിന്നെ വരേണ്ട ഒരു കാര്യമില്ല. അങ്ങനെയുള്ളവരല്ല അവര്. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. നമുക്കറിയാം, പണ്ട് ഒരു കേന്ദ്ര ഏജൻസി കൺട്രോളർ ജനറൽ ആയിരുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG വിനോദ് റായ്, അദ്ദേഹമാണ് പറഞ്ഞത്, ഈ പിന്നെ മൻമോഹൻ സിംഗിന്റെ 2ാം ഭരണകാലത്ത് DMK മന്ത്രി A. രാജ അദ്ദേഹം 1.76 ലക്ഷം കോടിയുടെ അഴിമതി നടത്തിയതാണ്. അല്ലെങ്കിൽ ആ 2G സ്പെക്ട്രം പിന്നെ ലേലത്തില് അത്രയും അഴിമതി നടന്നു എന്നാണ് പറയുന്നത്. 1.76 ലക്ഷം കോടി. ആ ഒരു തുക, അത്രയും പെരുപ്പിച്ച ഒരു തുക പറഞ്ഞതാണ് വാസ്തവം പറഞ്ഞാൽ ആ ഇലക്ഷനെയൊക്കെ മാറ്റിമറിക്കുന്നതിന് വലിയ സ്വാധീനം ചെലുത്തിയ ഒരു കാര്യം. അത് എന്നിട്ട് ആ തുക എവിടെ പോയി? ഇന്നിപ്പം വിനോദ് റായ് എവിടെ പോയി? അങ്ങനെ പിന്നെ എവിടെയെങ്കിലും ആ തുക എവിടെയെങ്കിലും മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും കാണണമല്ലോ. അങ്ങനെ ഒരു തുകയില്ലായിരുന്നു, അങ്ങനെ ഒരു കാര്യവുമില്ലായിരുന്നു. പിന്നീട് അത് പിന്നെ കോടതി കേസിലൊക്കെ അത് തെളിയുകയും ചെയ്തതാണ്. അപ്പം ഇങ്ങനെ ഈ പിന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നത്, അത് രാഷ്ട്രീയം കളിക്കുന്നതിന് വേണ്ടി പറയുന്നത് ഖേദകരമാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ ആവില്ല. പ്രത്യേകിച്ച് കേരളത്തെ പോലെ പ്രബുദ്ധരായ ജനങ്ങളുള്ള പിന്നെ സ്ഥലത്ത്. അതേസമയം തന്നെ ഈ പ്രബുദ്ധരായ ജനങ്ങളെ പറ്റി പറയുമ്പോൾ, ഇന്നിപ്പോൾ നമ്മൾ കണ്ടു, മനോരമയിൽ കണ്ടതാണ്, അതിന്റെ ഒരു പിന്നെ ലിങ്ക് ഈ മലയാളിയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ വയനാട്ടിൽ നിന്ന് എറണാകുളത്ത് താമസിക്കുന്ന, കിഴക്കമ്പലത്തോ മറ്റോ താമസിക്കുന്ന ആളുകള്, ഭാര്യയും ഭർത്താവും ചെറുപ്പക്കാരാണ്, 14 വർഷമായിട്ട് അവിടെ താമസിക്കുന്നതാണ്. അവര് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ചെന്നപ്പം നാട്ടുകാർ അവരെ എടുത്തിട്ട് പിന്നെ ഓടിച്ചിട്ട് അടിക്കാനായിട്ട് ഒരുങ്ങുന്നു. അടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ വീഡിയോ ഉണ്ട്. എത്ര സങ്കടമായി. ചെറുപ്പക്കാരായ മഹാസാധുക്കള് എത്ര നീചമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതായത് ഒരു പഞ്ചായത്തിൽ പിന്നെ അവിടെ ജനിച്ചവർക്ക് മാത്രമേ ഉള്ളൂ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളൂ? അതോ സൺസ് ഓഫ് ദ സോയിൽ അങ്ങനെ വല്ല നിയമമുണ്ടോ കേരളത്തില്? നമ്മൾ എവിടെ ജീവിക്കുന്നു അവിടെ വോട്ട് ചെയ്യാനുള്ള എല്ലാ അവകാശവും നമുക്കുണ്ട്. അവിടെ നമ്മളെ കൂടെ പ്രതിനിധീകരിക്കുന്ന ആള് പഞ്ചായത്തോ അല്ലെ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ MLA യോ. അപ്പൊ അവിടെ തന്നെ വോട്ട് ചെയ്യുക.
അപ്പൊ അമേരിക്കയിലൊക്കെ നമ്മൾ അന്യനാട്ടിൽ നിന്ന് വന്നവരാണ്. ഇപ്പം നമ്മൾ അതാണ് ഓർക്കുന്നത്. ഇവിടെ നമ്മൾ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ പിന്നെ പറയാ ഇവിടെ അമേരിക്കയിൽ ജനിച്ചവന് മാത്രമേ വോട്ട് ചെയ്യാൻ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ വെളുത്ത നിറമോ അല്ലെങ്കിൽ കറുത്ത നിറമോ ഉള്ള ആൾക്കേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാത്തവർക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്താവും? എന്തായാലും കേരളം പോലെ ഇത്ര നാണം കെട്ട ഒരു പരിപാടി ഇതുപോലെ പിന്നെ കേരളത്തിൽ കണ്ടിട്ടില്ല. അതും ആക്രമിക്കുക, അതിന് എതിർപ്പ് പറയുന്നത് പോലും തിരക്കേടില്ല, അതിന് പകരം ആക്രമിച്ച് പിന്നെ ഓടിച്ചിട്ട് ആക്രമിക്കുക. ആകെ ഒന്നോ പോലീസാണുള്ളത്, പോലീസുകാരുടെ കയ്യിൽ ലാത്തി പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല, പോലീസുകാരെന്തോ ചെയ്യാനൊക്കും. പിന്നെ അടിക്കുകയും ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും നിന്ദ്യമായ ഒരു കാര്യമായിട്ടാണ് കേരളത്തെ പോലൊരു സംസ്ഥാനത്തിൽ അത് നടന്നു എന്ന് പറയുന്നത്. പിന്നെ അത് ശക്തമായ ഒരു പ്രതിഷേധം നമ്മുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. പിന്നെ തികച്ചും നീചമായ ഒരു കാര്യം. ഇനി പിന്നെ മറ്റൊരു കാര്യം കൂടി, ഈ ഇന്നലെയും ഫെഡറൽ തലത്തിൽ വധശിക്ഷ പുനഃസ്ഥാപിച്ചതിന് ശേഷം ഇന്നലെയും ഒരാളെ കൊന്നു. അയാൾ 2 വയസ്സുള്ള കൊച്ചിനെ സ്വന്തം മകളെ തന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാണ്, അയാള് മന്ദബുദ്ധിയോ എന്തൊക്കെയാണ്, അയാളെ അയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. അതിനു മുമ്പ് 2-3 ദിവസം മുമ്പ് മറ്റൊരാള്, അയാൾ 18 വയസ്സിൽ ചെയ്ത ഒരു കുറ്റത്തിനാണ് ഇപ്പം ശിക്ഷിക്കുന്നത്, പിന്നെ വധിക്കുന്നത്. അപ്പൊ 18 വയസ്സിലും മറ്റു ഒരാൾ ചെയ്യുന്ന കാര്യം നമുക്കറിയാം എത്ര നീചമായ കുറ്റമാണെങ്കിൽ കൂടി വധശിക്ഷയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ ആ പ്രായത്തില് ചെയ്യുന്നത് കഷ്ടം തന്നെയാണ്. അവര് പിന്നെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ, പിന്നെ ഒരു കൂട്ടിൽ കിടന്ന് അവര് ജീവിച്ചു പോകുന്നതിൽ പ്രത്യേകിച്ച് ആർക്കും ഒരു ദോഷവും ഇല്ലാത്ത, ജയിലിനുള്ളിലാണെങ്കിൽ ആർക്കും ഒരു ദോഷവുമില്ലാത്ത സ്ഥിതിയാണെന്നാണ് പൊതുവെ പറയുന്നത്. കാരണം ഈ വധശിക്ഷയേക്കാൾ ചെലവ് കുറഞ്ഞൊരു കാര്യമാണ്, ആർക്കും ദോഷവുമില്ല, അവരവിടെ ആ കൂട്ടിൽ കിടന്നോടും. 4 അടിയോ ഉള്ള ആ ഒരു മുറിക്കകത്താണ് അവർ കിടക്കുന്നത്, വല്ലപ്പോഴും ഒന്ന് ഇറക്കിക്കൊണ്ടുവരുന്നു മാത്രം. എന്തായാലും ഈ നമുക്കറിയാം ഏതാനും ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവാണിത്. ഇനി 4-5 പേരുടെ ഈ ഫെഡറൽ വധശിക്ഷ കാത്തു കിടപ്പുണ്ട്. അപ്പം പ്രസിഡന്റായിട്ട് ബൈഡൻ സ്ഥാനമേൽക്കുമ്പോൾ പിന്നെ വധശിക്ഷ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, വധശിക്ഷ അനുകൂലിക്കുന്നില്ല എന്ന് തീർത്തും പറഞ്ഞു. അപ്പൊ ഈ 1-2 മാസം കൂടി ഒന്ന് പിടിച്ചു നിൽക്കാനും കഴിഞ്ഞിരുന്നെങ്കിൽ അവരുടെയൊക്കെ ജീവൻ രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് അതിനുള്ള ഭാഗ്യമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ കാണുന്നത്. എന്തായാലും ഈ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇത്രയധികം പേര് പിന്നെ കൊല്ലപ്പെടുന്ന, പിന്നെ ഫെഡറൽ തലത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ഇത്രയധികം പേര് ഈ കഴിഞ്ഞ 50, 60, 70 വർഷങ്ങളായിട്ട് അങ്ങനെയൊന്നും അത്രയധികം ഒന്നും വധശിക്ഷ ഇല്ലായിരുന്നു. ഇപ്പം പ്രസിഡന്റ് ട്രംപാണ് അത് പുനഃസ്ഥാപിച്ചത് ഫെഡറൽ തലത്തിൽ. നേരെ മറിച്ച് ടെക്സസ് പോലുള്ള സ്റ്റേറ്റുകളിൽ മിക്കവാറും വധശിക്ഷ മിക്ക ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ. അത് എന്തായാലും അമേരിക്കയിലെ ചില സ്റ്റേറ്റുകളിൽ അങ്ങനെയുള്ള അനിയന്ത്രിതമായ വധശിക്ഷ, അതുകൊണ്ട് ആരെങ്കിലും നേടുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ നമുക്ക്. പിന്നെ ചിലർക്കൊക്കെ ഒരു സന്തോഷം തോന്നുമായിരിക്കും, പിന്നെ ഇങ്ങനെ ഒരാൾക്കൊരു പ്രതികാരം അതുകൊണ്ട് കൊന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രതികാരം ചെയ്തു എന്നുള്ള ഒരു ഫീലിംഗ് അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു സന്തോഷമൊന്നും തോന്നേണ്ട ഒരു കാര്യമില്ല. ഒരാളുടെ ജീവൻ എടുക്കുന്ന കാര്യമാണ്. അപ്പൊ അയാള് അതിനേക്കാൾ വലിയ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കും, യാതൊരു വിധത്തിൽ ന്യായീകരിക്കാവുന്ന ഒരാളായിരിക്കില്ല. പക്ഷെ എന്നാലും അത് പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെ, പിന്നെ കൊന്നുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന്. ഇനി നമുക്ക് ഈ നമ്മുടെ സഭാകാര്യത്തെ പറ്റി പറഞ്ഞു. പേടിക്കാതെ പറയാവുന്ന കാര്യം, കത്തോലിക്ക സഭയെ എങ്ങനെ വേണേലും ആക്ഷേപിക്കാം, ഓർത്തഡോക്സ് സഭയെ ഒരു പരിധി വരെ ആക്രമിക്കാം, പിന്നെ യാക്കോബായ സഭയും കുറച്ചൊക്കെ ആക്രമിക്കാം. ഇങ്ങനെ നേരെ മറിച്ച് മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ ഇസ്ലാം ജിഹാദിസ്റ്റുകളെയോ പിന്നെ RSSനെയോ ഒക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടുന്ന സ്ഥിതിയുണ്ട്. അപ്പൊ ഇതാകുമ്പോൾ പിന്നെ പേടിക്കാതെ പറയാം. അപ്പൊ ഇതില് 2-3 കേസുകളാണ് ഇപ്പം അടുത്തതായിട്ട് വരുന്നത്. ഇപ്പൊ കുമ്പസാരം, ഓർത്തഡോക്സ് സഭയിലെ നിർബന്ധിത കുമ്പസാരത്തിനെതിരെ കൊടുത്ത കേസ് ഇന്ത്യയിലെ സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കുമെന്നാണ് ഇന്ന് മാതൃഭൂമിയിലെ റിപ്പോർട്ട് കണ്ടത്. ഈ കുമ്പസാരിച്ചാൽ മാത്രമേ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഈ കുമ്പസാരം നിർബന്ധം ആക്കുന്നത്. കുമ്പസാരിച്ചോ എന്ന്. ഈ കുമ്പസാരം ദുരുപയോഗം ചെയ്യുന്നു, കുമ്പസാരത്തിന്റെ പേരിൽ സ്ത്രീകളെ വിവരങ്ങൾ അറിഞ്ഞിട്ട് സ്ത്രീകളെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഇവർ പോയിരിക്കുന്നത്. അത് മൗലികാവകാശ ലംഘനമാണെന്ന്. അതെങ്ങനെയാണ് മൗലികാവകാശ ലംഘനമാകുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇഷ്ടമില്ലാത്തൊരു കുമ്പസാരിക്കേണ്ട, ഇഷ്ടമില്ലാത്തൊരു ആ സഭയെ തന്നെ നിൽക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. ഈ സഭയിൽ ഇന്ന നിയമങ്ങളുണ്ട്, നിങ്ങൾക്ക് വേറൊരു സഭയിലേക്ക് പോകാം. ഈ കുമ്പസാരമൊന്നും വേണ്ടാത്ത സഭകളുണ്ട്, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു സഭ ഉണ്ടാക്കാം. ആരും പറയുന്നില്ല ഇങ്ങനെ പിന്നെ ഈ ഇന്ന സഭയിൽ നിൽക്കണമെന്ന് ഉറപ്പിച്ച ക്രിസ്തീയ സഭയുടെ ഒരു പ്രത്യേകതയാണ്, ആർക്ക് വേണേലും സ്വന്തമായിട്ടൊരു സഭ ഉണ്ടാക്കാം. ഈ കുമ്പനാട്ടാണെങ്കിൽ ലോകത്തിൽ ഇല്ലാത്ത സഭകളൊന്നും ഇല്ലാന്നാണ് പറയുന്നത്. അപ്പൊ ഒരാൾക്ക് 2 പേര് ചേർന്നാൽ ഒരു സഭ ഉണ്ടാക്കാൻ പറ്റും, വേണമെങ്കിൽ അത് സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാക്കാം. പിന്നെ
അവിടെ കുമ്പസാരവും വേണ്ട, കുർബാനയും വേണ്ട, ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ അതും ചെയ്യാം. അതിനും യാതൊരു പ്രശ്നവുമില്ല. അതില് ഏറ്റവും വിഷമമായ ഒരു കാര്യം, ഈ ഇന്ത്യയിൽ ഈ ചെറിയ കാര്യങ്ങൾ പോലും ഈ സുപ്രീം കോടതി വരെ എത്തുന്നതാണ് ഏറ്റവും ഖേദകരമായ ഒരു കാര്യം. സുപ്രീം കോടതിക്ക് ഇതൊക്കെ പരിഗണിക്കാനുള്ള സമയമുണ്ടോ? അമേരിക്കയില് സുപ്രീം കോടതി ഒരു വർഷം എത്രയോ ചുരുങ്ങിയ കേസുകൾ മാത്രമാണ്, അത് അപ്പീലിലൊക്കെ ചെല്ലുന്ന ചുരുക്കം ചില കേസുകളാണ് പിന്നെ സുപ്രീം കോടതി പരിഗണിക്കുന്നത്. അല്ലാതെ ഈ ലൊട്ടിൻ്റൊടുക്ക് കേസുകളെല്ലാം നേരെ സുപ്രീം കോടതിയിലേക്ക് അങ്ങ് ഫയൽ ചെയ്യുക. ആ രീതിയിൽ അത് സുപ്രീം കോടതി തന്നെ തീരുമാനിക്കണം ആ കേസ് ഏറ്റെടുക്കണോ എന്ന്. അപ്പൊ ആ സുപ്രീം കോടതിയിൽ തന്നെ വില അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോടതികളിൽ തീരേണ്ട കാര്യമാണ്. ഇപ്പം കുമ്പസാര പ്രശ്നം കേരള ഹൈക്കോടതി തീരേണ്ട കാര്യമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യമുണ്ടോ? അപ്പൊ ആ ഒരു ചെറിയ കേസുകൾ, ചെറിയ കാര്യങ്ങള് സുപ്രീം കോടതി വരെയൊക്കെ എത്തുന്ന ഒരു സ്ഥിതി, അത് ഇന്ത്യയിലെ ഒരു പ്രത്യേകതയാണ്. അത് നല്ലതാണോ എന്ന് പിന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. രാഷ്ട്രീയക്കാരും മറ്റ് വിദഗ്ധരും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, അഭയ കേസില് വിചാരണയൊക്കെ തീർന്നു. CBI കോർട്ടിലാണ്, തിരുവനന്തപുരത്ത് CBI കോർട്ടിലാണ് വിചാരണ തീർന്നു. ഈ 22-ാം തീയതി പിന്നെ ഒരു ഡിസിഷൻ വരുമെന്നാണ്, ഒരു തീരുമാനം വരുമെന്നാണ്, വിധി വരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ രണ്ടുപേരാണ് പ്രതികള്, ഫാദർ തോമസ് കോട്ടൂരും സിസ്റ്റർ സെഫിയും. ഈ രണ്ടുപേരാണ് പ്രതികള്. അപ്പൊ ഇവർക്കെതിരെയുള്ള ആരോപണം നമുക്കറിയാം. പിന്നെ മഠത്തിൽ വെച്ചുള്ള എന്തോ ബന്ധം സിസ്റ്റർ അഭയ കണ്ടു. അന്നേരം അവരെ തലക്കടിച്ചു കൊന്നു, കിണറ്റിലിട്ടു എന്നാണ് ആരോപണം. ഇതാരും കണ്ടിട്ടൊന്നുമില്ല, നേരിട്ട് ഇതെല്ലാം പറഞ്ഞു കേൾക്കുന്നതും പറഞ്ഞ് ഇപ്പൊ 28 വർഷമായി അങ്ങനെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ വിധി എന്താവുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ വിധിയെ സംബന്ധിച്ചിടത്തോളം ഈ മറ്റ് സഭകളിലോ അല്ലെ മറ്റ് കാര്യങ്ങളിലോ ഉള്ളത് പോലെയല്ല. ഇപ്പം കത്തോലിക്ക സഭയിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ക്രിസ്തീയ സഭകളില് കോടതി ഒരു തീരുമാനം എടുത്താൽ അതിനെ നമ്മൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് അംഗീകരിക്കുന്നതിന് നമുക്ക് ഒരു മടിയും തോന്നിയിട്ടില്ല. അപ്പൊ അതിനെ ഒരു രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷ അനുഭവിക്കട്ടെ, അതിന് മാത്രം തെളിവുണ്ടെങ്കിൽ. പക്ഷേ അവര് വൈദികരായതുകൊണ്ട് അല്ലെ കന്യാസ്ത്രീ ആയതുകൊണ്ട് അവരെ ആക്ഷേപിക്കാം, അവരെ കൂടുതൽ ആക്ഷേപിക്കാം, അവർക്ക് ന്യായമൊന്നും കിട്ടേണ്ടതില്ല എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് നമ്മൾ പലപ്പോഴും എതിർക്കുന്നത്. അവർക്ക് തുല്യ അവകാശം, മറ്റുള്ളവർക്ക് കിട്ടുന്ന അതേ അവകാശം അവർക്കും കിട്ടണം. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ശിക്ഷിക്കട്ടെ. അത് ആ അർഹമായ തെളിവുകൾ ഉണ്ടെങ്കിൽ, അല്ലാതെ അവർ വൈദികനായതുകൊണ്ട് ഇവനിട്ടൊന്ന് താങ്ങിക്കളയാം, അല്ലെ ഇവനിട്ടൊന്ന് കൊടുത്തു കളയാം, അല്ലെ ഒന്ന് ആക്ഷേപിച്ചു കളയാം, ആ ഒരു ചിന്താഗതി നിലനിൽക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത് കഷ്ടം തന്നെയാണ്. അവർക്ക് ആ ഈക്വൽ പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാവണം നിയമത്തിന്റെ മുന്നിൽ, അത്രമാത്രം. അല്ലാതെ പ്രത്യേക പരിഗണനയൊന്നും ഒരാവശ്യവുമില്ല. ഇനി അതിന്റെ കൂടെയാണ് ഈ ബിഷപ്പ് ഫ്രാങ്കോയുടെ ബലാത്സംഗ കേസും നടന്നു വരുന്നുണ്ട്. അതിനിടയിൽ തൃശ്ശൂർ രൂപതയോ മറ്റോ അവരുടെ കലണ്ടറിലെ ബിഷപ്പ് ഫ്രാങ്കോയുടെ ചിത്രം എടുത്തു വെച്ചിരിക്കുന്നു. ചിത്രം അതില് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അപ്പൊ സത്യം പറഞ്ഞാല് ഈ സങ്കടകരമായ ഒരു കാര്യമാണ്. ഒരാളെ പറ്റി ആക്ഷേപം വരുമ്പോൾ ഈ ബിഷപ്പ് ഫ്രാങ്കോയെ പറ്റിയൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും തോന്നുന്നില്ല. തീ ഇല്ലാതെ പുകയുണ്ടാവില്ല എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ തീ ഉണ്ടാകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാക്കാതിരിക്കാൻ നോക്കണം. ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള സഭയെയും കത്തോലിക്കരെയും മൊത്തം ആക്ഷേപിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ആദരിക്കുന്ന രീതിയിൽ രൂപതയില് പടമെടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാല് അത് ശരിയായ ഒരു കാര്യമല്ല ഒരിക്കലും. ഇപ്പൊ കോടതിയിൽ നിന്ന് ചിലപ്പോൾ അങ്ങനെ ഊരിപ്പോവുമായിരിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രമായില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. ഇങ്ങനെ ആ സഭയെയും മൊത്തത്തില് ബിഷപ്പുമാരെയും കത്തനാർമാരെയും എല്ലാരെയും ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ വെറുതെ ഒന്നും ഒരു ആരോപണവും ആക്ഷേപങ്ങളും ഒന്നും ഉണ്ടാവില്ല. അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടാവും, തക്കതായ ഒരു പശ്ചാത്തലം ഉണ്ടാകും. അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടാക്കിയത് എന്ത്? അത് തന്നെ ഒരു തെറ്റല്ലേ? നമുക്കറിയാം, നമ്മള് സാധാരണ മനുഷ്യരാണെങ്കിൽ നമ്മളിപ്പോ പോകുന്ന വഴിക്ക് ഒരു അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാല് നമ്മൾ ആ വഴിക്ക് പോകത്തില്ല, വഴി മാറിപ്പോകും സാധാരണ മനുഷ്യരായ നമ്മള്. അപ്പൊ ഇവര് കുറെ കൂടെ വിശുദ്ധമായിട്ട് ജീവിക്കാമെന്ന് പ്രതിജ്ഞയെടുത്ത് പോയ ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെ തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം വരും, അല്ലെങ്കിൽ അങ്ങനൊരു തെറ്റായ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് അത് മുൻകൂട്ടി മനസ്സിലാക്കി അതിനെതിരെ അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് വിശുദ്ധ ജീവിതമാണ്, എന്ത് സന്യാസ ജീവിതമാണ് നയിക്കുന്നത്? അങ്ങനെയുള്ളവരെയാണോ പൊക്കേണ്ടത്? ഇപ്പം കേസിൽ കേസിൽ ശിക്ഷിക്കുന്നോ ശിക്ഷിക്കാതിരിക്കുന്നതോ അല്ല പ്രശ്നം. അവര് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാക്കുന്നതിൽ അതാണ് തെറ്റ്. അത് നമ്മുടെ സഭയെയും അതിൽ നിൽക്കുന്ന എല്ലാവരെയും ആക്ഷേപിക്കുന്ന കാര്യമാണ്. അത് ഒരു സഭയില്
പണ്ടൊക്കെ നമുക്കറിയാം, അത് മറ്റേ സഭയിലാണ്, പെന്തക്കോസ്തുകാരനാണ് ഇവൻ, അല്ലെങ്കിൽ ഓർത്തഡോക്സുകാരനാണെന്ന് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമായിരുന്നു. ഇന്നങ്ങനെയല്ല. നമുക്കറിയാം, ഇപ്പം ആരെങ്കിലും തല്ലാൻ വരുന്നവൻ പിന്നെ അവൻ ഓർത്തഡോക്സ് ആണോ പെന്തക്കോസ്ത് ആണോ എന്ന് ചോദിച്ചിട്ടല്ല തല്ലാൻ വരുന്നത്. അപ്പൊ പിന്നെ ആ വ്യത്യാസം വിചാരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നമ്മള് ആ വ്യത്യാസത്തിന് അപ്പുറത്തുള്ള ഐക്യം കണ്ടെത്താനാണ് നോക്കേണ്ടിയിരിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ തെരുകിടയിൽ നമ്മൾ ചിന്തിക്കുന്നത്. തീർച്ചയായും മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ സന്ധിക്കാം. ഈ ഷോ കാണുന്ന എല്ലാവർക്കും നന്ദി. ഇത് സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും അറിയിക്കുക. editor@eMalayali.com. ഒരിക്കൽ കൂടി editor@eMalayali.com. എല്ലാവർക്കും നമസ്കാരം.